നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഞായുടെ കൂട്ടക്ഷരമായ ഞ വരുന്നതായ കുറച്ച് വാചകങ്ങൾ പരിശീലിക്കാം. ആദ്യം എഴുതുന്ന വാചകം കുഞ്ഞ് കരഞ്ഞ് ഉറങ്ങി എന്നാണ് കേട്ടോ. കുഞ്ഞ് ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. ഞായുടെ കൂട്ടക്ഷരം എഴുതി ചന്ദ്രക്കലയിട്ടു. കുഞ്ഞ് കരഞ്ഞ് 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 ഉറങ്ങി എന്നാണ് കേട്ടോ അടുത്ത് എഴുതുന്നത്. ഉറങ്ങി ഉറങ്ങി. എങ്ങനെ വായിക്കുക? കുഞ്ഞ് കരഞ്ഞ് ഉറങ്ങി. കുഞ്ഞ് കരഞ്ഞ് ഉറങ്ങി. അടുത്ത് നമുക്ക് നനഞ്ഞ ഷർട്ട് ഊരിയിട്ടു എന്ന് എഴുതാം കേട്ടോ. നനഞ്ഞ ന ന രണ്ട് നാകൾ അടുത്തടുത്ത് വന്നാൽ ആദ്യത്തെ ന എന്നും രണ്ടാമത്തെ ന എന്നും ഉച്ചരിക്കണം. നനഞ്ഞ 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 ഷർട്ട് ഷ അർ ഷർട്ട് ട ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. ടായുടെ കൂട്ടക്ഷരം എഴുതി ചന്ദ്രക്കലയിട്ടു. നനഞ്ഞ ഷർട്ട് ഊരിയിട്ടു എന്ന് എഴുതാം. ഊ എഴുതി ഊ എന്ന് ആവാനായി ഈ ഒരു ചിഹ്നം ചേർത്തു. ഊ രി യാ എഴുതി ഈടെ ചിഹ്നം. ഈ ടു ടായുടെ കൂട്ടക്ഷരം എഴുതി ഊൻ്റെ ചിഹ്നം വരച്ചു. നനഞ്ഞ ഷർട്ട് ഊരിയിട്ടു. നനഞ്ഞ ഷർട്ട് ഊരിയിട്ടു. അടുത്ത് നമുക്ക് അവൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു എന്ന് എഴുതാം. അവൻ ആ വ എൻ എന്ന ചില്ലക്ഷരം എങ്ങനെ വായിക്കും? അവൻ അവൻ മിനിഞ്ഞാന്ന് ഡേ ബിഫോർ ഡേ മിനിഞ്ഞാന്ന് ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഞായുടെ കൂട്ടക്ഷരം എഴുതി ആ എന്നതിൻ്റെ ചിഹ്നം ചേർത്തു. മിനിഞ്ഞാന്ന് നായും ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. നായുടെ കൂട്ടക്ഷരം എഴുതി ചന്ദ്രക്കലയിട്ടു. മിനിഞ്ഞാന്ന് വന്നിരുന്നു എന്ന് എഴുതാം. വ നി രു നു വന്നിരുന്നു. അവൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. അവൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. അടുത്ത് നമുക്ക് മണ്ണിൽ ഞാഞ്ഞൂളിനെ കാണാമെന്ന് എഴുതാം. മണ്ണിൽ മണ്ണിൽ ണ ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. ണയുടെ കൂട്ടക്ഷരമാണ് എഴുതേണ്ടത്. ഈടെ ചിഹ്നവും ചേർത്തു. മണ്ണി എല്ലാണ്. എഴുതി മണ്ണിൽ എന്ന ചിലക്ഷരം എഴുതി. മണ്ണിൽ ഞാഞ്ഞൂളിനെ ചവർഗത്തിലെ അവസാനത്തെ അക്ഷരമായ ഞാ എഴുതി ആ എന്നതിന്റെ ചിഹ്നം ചേർത്തു. ഈ ഞാ വാക്കുകളുടെ ആദ്യം മാത്രമേ വരികയുള്ളൂ. എങ്കിൽ ഞായുടെ കൂട്ടക്ഷരമാകട്ടെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിട്ടാണ് വരിക. ഞാഞ്ഞൂൾ ഞായുടെ കൂട്ടക്ഷരം എഴുതി ഊ എന്ന ചിഹ്നം ചേർത്തു. ഞാഞ്ഞൂൾ എന്ന ചില്ലക്ഷരം. മണ്ണിൽ ഞാഞ്ഞൂൾ കാണുമെന്നെഴുതാം. കാണും കാണും. മണ്ണിൽ ഞാഞ്ഞൂൾ കാണും. മണ്ണിൽ ഞാഞ്ഞൂൾ കാണും. അടുത്ത് നമുക്ക് കോഴികൾ മണ്ണിൽ ചികഞ്ഞു എന്നെഴുതാം. കോഴികൾ കോഴി ഴായതിയുടെ ചിഹ്നം. കോഴി എന്ന ചില്ലക്ഷരം. കോഴികൾ മണ്ണിൽ മണ്ണ ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. നായുടെ കൂട്ടക്ഷരം എഴുതി ഈയുടെ ചിഹ്നം ചേർത്തു. മണ്ണിൽ എന്ന ചില്ലക്ഷരം. മണ്ണിൽ ചായതിയുടെ ചിഹ്നം. ഞ്ഞു എന്നാണ് എഴുതുന്നത്. ഞായുടെ കൂട്ടക്ഷരം എഴുതി ഊൻ്റെ ചിഹ്നവും ചേർത്തു. ചികഞ്ഞു. കോഴികൾ മണ്ണിൽ ചികഞ്ഞു. കോഴികൾ മണ്ണിൽ ചികഞ്ഞു. ഞായുടെ കൂട്ടക്ഷരമായ ഞ വരുന്ന കുറച്ച് വാചകങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ആദ്യം പഠിച്ച വാചകം കുഞ്ഞ് കരഞ്ഞ് ഉറങ്ങി. അടുത്ത വാചകം നനഞ്ഞ ഷർട്ട് ഊരിയിട്ടു. നനഞ്ഞ ഷർട്ട്
ഊരിയിട്ടു. അടുത്ത വാചകം അവൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. അവൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. അടുത്ത വാചകം മണ്ണിൽ ഞാഞ്ഞൂൾ കാണും. മണ്ണിൽ ഞാഞ്ഞൂൾ കാണും. അവസാനം പഠിച്ച വാചകം കോഴികൾ മണ്ണിൽ ചികഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച ഈ വാചകങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.